ഹലോ ഹായ് കൂട്ടുകാരെ സഹോദരങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ എന്താണ് വിശേഷം? ഞാൻ മീനിലിടാനേ മാങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ പോണു. ചെറിയ മാങ്ങ ഇങ്ങനെ വീഴും കേട്ടോ, പച്ച മാങ്ങ വീഴുമ്പോൾ അതിനെ ചെന്നെടുത്ത് ചെങ്കലവ മീനാണ്, ചെറിയ മീനുണ്ടല്ലോ, ചുമന്ന ചെങ്കലവ മീൻ, അതാണ് കിട്ടിയത്. അങ്ങനെ അത് വെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലിടാനായിട്ട് മാങ്ങയുണ്ടോ എന്ന് നോക്കാം. ചക്ക കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്നിട്ടപ്പോൾ കണ്ട മണ്ടേ പോയി കിടക്കുന്നിടത്ത് എങ്ങനെ അടക്കും നോക്ക്. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. ഇത് അമ്മയുടെ വയ്യാത്ത അമ്മയുടെ പാമ്പേഴ്സൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കത്തിച്ച് കളയും ഇവിടെ. അതാണിത്, വേസ്റ്റൊക്കെ കത്തിച്ചു കളയും. ഇതെന്തുവാണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞൂടാ കേട്ടോ. ഇത് കുളമാവാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുളമാവ് കണ്ട, ഇത് പിടിക്കുന്ന ഞെട്ടാണ് കണ്ടോ, ഇതുണ്ടോ, കുളമാവാണോ എന്താണോ? കുളമാങ്ങ ഞാൻ തിന്നിട്ടില്ല, പക്ഷേ എന്തോ ആണെന്നറിയാൻ വയ്യ. അറിയാതെ തിന്നാൽ കറങ്ങി ഇവിടെ വീണ് കിടക്കും. ഇത് കായ്ക്കുമ്പോൾ അങ്ങ് കൊലായിട്ടങ്ങ് കിടക്കുന്നതാണ് എന്താ. പക്ഷേ ഇതെല്ലാം പൊഴിഞ്ഞു പോയിട്ടാ, എല്ലാം പൊഴിഞ്ഞു പോയിണ്ട. പഴുത്ത് നിൽക്കുകയാണേ മാങ്ങ. വേണ്ട, ഇതിൻ്റെ അങ്ങോട്ടൊന്നും ഇങ്ങനെ വീണ് കിടക്കും മാങ്ങ. മീനിലിടാനാണ്. ഇത് വാടിപ്പോയി, ഇത് കൊള്ളില്ല. ഇത് കൊള്ളാം, ഇത് നല്ലതാണ്. ഇത് കൊള്ളില്ല, ഇതൊരെണ്ണം കൊള്ളാം. ചക്ക ഉണ്ട്, ഇത് കുറേ എണ്ണത്തിൽ ഇങ്ങനെ പോയി കേട്ടോ. ബാക്കി ഇതെല്ലാം കേടായി. കുറേയൊക്കെ പിടിക്കുമ്പോഴേ കുറേയൊക്കെ ഇങ്ങനെ കേടാവും. എന്താ എൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നു, മണ്ടയ്ക്ക്. ആ ഇത് പിടിച്ചോണ്ട എത്ര എണ്ണം പോയിരിക്കുന്നുണ്ട. ഒരു മാങ്ങ കിട്ടി മീനിലിട, ഒരെണ്ണം കിട്ടി. പച്ച മാങ്ങ വേണമെങ്കിൽ കൊള്ളാവും. ഇത് നല്ല പച്ച. ഇത് വാടി കൊള്ളൂല, കേടായിപ്പോണ്ട്. എണ്ണം കിടക്കുന്നുണ്ട്, ഇത് കേടായിപ്പോയി. ഉണ്ട്, പക്ഷെ കേടായിപ്പോയി. ഇതാണ്ടൊരു പച്ചമാങ്ങ നാട്ടുമാവിൻ്റെ മാങ്ങ. ഇത് പക്ഷെ കുഴപ്പമില്ല, കുറച്ചെടുക്കാണ്ട. പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഇതെടുക്കാം, കേടായി പോയി. കൊള്ളാം, 3 മാങ്ങ കിട്ടി. 3 മാങ്ങ കിട്ടി. ഇത്രയൊന്നും വേണ്ട മീനിലിടാൻ, കുറച്ച് മതി. പച്ചമാങ്ങ നട്ടുമാവിലെ മാങ്ങ. പിന്നെന്താണ് വിശേഷം? ഞാനിങ്ങനെ മീൻ വെട്ടി വെച്ചു. മുരിങ്ങാക്ക ഉണ്ട് കേട്ടോ, പക്ഷേ മുരിങ്ങാക്ക കൊള്ളൂല, ഒരു കേട് വരുന്ന മുരിങ്ങാക്ക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും. നടുമാവിലെ മാങ്ങ പച്ചമാങ്ങ നടുമാവിലെ മാങ്ങ. അതൊരെണ്ണം കളർ കിടക്കുന്നുണ്ട്. ചക്കക്കള മുരിങ്ങാക്ക നിൽക്കുന്നുണ്ട്, പക്ഷേ മുരിങ്ങാക്ക കേടാണത് കേട്ടോ.
ഈ മുരിങ്ങാക്കയിലും കേട് വരുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുരിങ്ങാക്കയിൽ കേട് വരുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. മുരിങ്ങാക്കയിൽ കേട് വരുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ പറിക്കാൻ ഒരുപാട് ഉയരെയാണ്. പക്ഷേ എന്താ ചെയ്യുക, പറിക്കാൻ ലത വരും. ലത ആറ്റുകാലി പൊങ്കാല കഴിഞ്ഞിട്ട് ലത വരും. അപ്പോൾ ലത പറിക്കും. ലതയെ കൊണ്ട് പറിക്കാം. ചക്ക എടുത്തായിരുന്നു രാവിലെ. ലത വന്നു. ലതയും ലതയുടെ മോളും കൊച്ചുമോളും കൂടെ വന്ന് ഒരു ചക്കയിട്ട് കുറച്ച് നമുക്കും വെട്ടി തന്നു. പിന്നെ ബാക്കി കൊണ്ട് ലതയും പോയി. മീൻ അടുപ്പി വെച്ചിട്ടാണ് ഞാൻ പോയത്. രാവിലെ ഇവിടെ ഒരു ബഹളമായിരുന്നു. ചോറ് കൊണ്ടുപോകണമായിരുന്നല്ലോ ചേച്ചിക്ക്. 8 മണിയായപ്പോൾ ലതയൊക്കെ വന്ന് മീൻ അടുപ്പി വെച്ച് തിളക്കുക. ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് പോയത്. ഇവിടെ ഒരു കോലാഹലം കണ്ടില്ലേ? ഇവിടുത്തെ ബഹളം കണ്ടാൽ എന്താണെന്നറിയില്ല. ഒരു ബഹളമായിരുന്നു രാവിലെ. ചടപടം. ലത വന്നപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞിരുന്നു കുറേ സമയം. ഞാൻ ജോലിയൊക്കെ ഒതുങ്ങാൻ താമസിച്ച് ചോറും വെച്ച് തീയൽ വെച്ച് കത്തിരിക്കയും സവാളയും കൂടെ ഇട്ട് തീയൽ വെച്ച് തീയലും വെച്ച് അമരയ്ക്കയും നമ്മുടെ ഉള്ളിപ്പൂ ഉണ്ടല്ലോ ഉള്ളിപ്പൂ ഇന്നാൾ തോരൻ വെച്ചതിൻ്റെ കുറച്ചിരുന്നു. അപ്പോൾ ഉള്ളിപ്പൂവും കൂടെ ഇട്ട് തോരൻ വെച്ച് ചമ്മന്തി അരച്ച് തേച്ച് ചോറ് കൊടുത്ത്. ഇനിയിപ്പോൾ ചക്കയും കൂട്ടാൻ വെച്ച് ആട്ടാ മീനെ ഞാൻ വെട്ടി വെച്ച് ഇച്ചിരി വിനാഗിരി ഉപ്പും കൂടെ പെരട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകുമല്ലോ. സ്മെല്ല് പോകുമ്പോൾ വെച്ചിട്ട് മാങ്ങ ചേർക്കാം. തല മുറിച്ചിട്ട് കൊടുത്തു. കുറേ തല മുറിച്ചിട്ട് കൊടുത്തു. എന്നിട്ടും പോരാ, വഴക്കുണ്ടാക്കുന്നതിന്. മീനെ തീ കൂടിയാലേ തിളച്ച് മാറ്റി പോകും. മാങ്ങ നല്ലതാണ് മീനെ, ചെങ്കലവ് മീന്. ഇന്ന് വിളഞ്ഞെന്ന് തോന്നുന്നു. നല്ല മണം വരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് വാടിയതായിരിക്കും, പക്ഷേ വിളഞ്ഞ മണം വരുന്നു. വിളഞ്ഞ് തുടങ്ങിയായിരിക്കും അല്ലേ? ഒരു ശകലം പുളിയും മാങ്ങയും കൂടെ നല്ലതാണ്. പുളിഞ്ചിക്കയുടെ സമയം കഴിഞ്ഞല്ലോ. ഇവിടെ പുളിഞ്ചിക്ക തീർന്നു. ഇത് വിളഞ്ഞിട്ടാ. വിളഞ്ഞ് അത് ചെത്തിയപ്പോഴാണ് വിളഞ്ഞ മണം അറിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് വിളയാറായില്ല, വാടിയതേ ഉള്ളെന്ന്. എന്താണ് പുളി? അതേ പുളി. മതി. ശകലം പുളിയായിട്ടിട്ടുണ്ട്. ചെങ്കരയാണ്ട് അതിനിപ്പോൾ മീനാണ്.
തീയലുണ്ട്, രാവിലെ വെച്ച തീയലാണ്. ഇത്രയുണ്ട് തീയൽ. എനിക്ക് ഉപ്പ് പൊടി കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണമാണ് എനിക്ക് പാകം കണ്ട. ഉപ്പ് പൊടി എനിക്ക് ഇങ്ങനെ ഇടണം. സ്പൂൺ വെച്ച് കോരുമ്പോൾ എനിക്കതൊരു കണക്കറിയാൻ വേണ്ടി കണക്കറിയണം. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത്. കറിവേപ്പില ഉണ്ടാകും. കറിവേപ്പില എടുക്കണമായിരുന്നു. കറിവേപ്പില അങ്ങോട്ട് പോകണം എടുക്കാൻ. കറിവേപ്പിലയും കൂടെ എടുത്തുകൊണ്ട് വരുന്ന വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയം എടുക്കൂലേ. കറിവേപ്പില ഞാൻ എടുത്തുകൊണ്ട് വന്നിടാമേ. എന്നാൽ പിന്നെ ടാറ്റാ. സഹോദരങ്ങളെ, പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നമസ്കാരമുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് എല്ലാത്തിനും ലൈക്ക് തരണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും ഷെയറിങ്ങൊക്കെ കുറവാണ്. അതുകൊണ്ട് ഒരു 55 6 പേരും കണ്ടേ ഉള്ളൂ ഇന്നുകൂടി ആയപ്പം. ബാക്കി കാണുന്നത് 1000-ന് പുറത്തുണ്ട്. ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കൊന്നും ആരും തരുന്നില്ല. ഞാൻ എല്ലാ വീഡിയോ ഇട്ടിട്ട് ഞാൻ പറയാറില്ല എനിക്ക് ലൈക്ക് തരണേ, ഷെയർ ചെയ്യണേ, ബെല്ലൈക്കൺ അമർത്തണേ എന്നൊന്നും ഞാൻ പറയാറില്ല. അതൊക്കെ ചെയ്യുമല്ലോ എന്നുള്ളൊരു വിശ്വാസമാണ്. എൻ്റെ സഹോദരങ്ങൾ അതൊക്കെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ആരും അങ്ങനെ ചെയ്യുന്നില്ല. വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും അതിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ ഓർത്തിട്ട് എല്ലാവരും ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ സഹോദരങ്ങളെ. ടാറ്റാ. നാളെ ഞാനൊരു ഞാനൊരു പാട്ട് എഴുതുന്നുണ്ട്, ഒരു കൃഷ്ണൻ്റെ പാട്ട്. ചിലപ്പോൾ ഞാനത് പാടും കേട്ടോ. എൻ്റെ മനസ്സ് നല്ലോണം സന്തോഷമാണെങ്കിൽ ഞാനത് പാടും. എഴുതിയെടുക്കണം, കേട്ട് വച്ചിരിക്കുകയാണ് അങ്ങനെ മനസ്സിൽ. ഞാനത് പാടും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ടിട്ടിരുന്നു. അതൊക്കെ പാടിയത് ഞങ്ങൾക്ക് ശരിക്കും നല്ലോണം അല്ല എങ്കിലും ഞാനിപ്പോൾ പാട്ട് പാടാനായിട്ടുള്ള ശ്രമത്തിൽ നടക്കുകയല്ല. പിന്നെ കേൾക്കുമ്പം പാടണമെന്ന് തോന്നി വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്ത് പാടുന്നതാണ്. നല്ലോണം ഒന്നും ട്യൂണൊന്നും വന്നിട്ടില്ല. എൻ്റെ തൊണ്ടയൊക്കെ പോയി. ഇപ്പോൾ ചൂടുവെള്ളം കുടിക്കാറില്ല, പിന്നെ ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പം നല്ലോണം പാടാൻ പറ്റുന്നില്ല, ശബ്ദം നല്ലോണം വരുന്നില്ല. പാടുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒന്നും വരുന്നില്ല, വെറുതെ പാടുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും എന്നെ വെറുക്കരുത്, എന്നെ ഉപേക്ഷിച്ച് പോവല്ല്. ഓക്കെ, ടാറ്റാ സഹോദരങ്ങളെ, ടാറ്റാ.